നമസ്കാരം. മൂവി ബ്രാഞ്ചിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ ഒരുപാട് സ്വത്തുവകകൾ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ. ഇപ്പോൾ അത്തരത്തിൽ സെലിബ്രിറ്റികളെ കേന്ദ്രീകരിച്ച് ചില ആളുകൾ മോഷണങ്ങൾ നടത്തുന്നത് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടൻ രവി മോഹൻ്റെ ചെന്നൈയിലെ വീട്ടിലും ഇതേ രീതിയിൽ വലിയൊരു റോബറി നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നടൻ രവി മോഹൻ്റെ ചെന്നൈ ഇഞ്ചമ്പക്കത്തുള്ള വസതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലക്ഷങ്ങളുടെ മോഷണം നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. വീട്ടിൽ നിന്ന് വജ്രമാലയും പണവും കാണാതായതിനെ തുടർന്ന് സംശയത്തിന്റെ പേരിൽ വീട്ടുജോലിക്കാരെ തടഞ്ഞുവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന വജ്ര നെക്ലേസും 40,000-ഓളം രൂപയുമാണ് നടന്റെ വസതിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് സൂചന. നടന്റെ ടീം അംഗങ്ങളാണ് വീട്ടുജോലിക്കാരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള സൂചനയുമുണ്ട്. തിങ്കളാഴ്ച ജോലിക്ക് പോയ തങ്ങളുടെ ബന്ധുക്കൾ തിരികെ എത്തിയില്ലെന്ന് കാണിച്ച് ജോലിക്കാരുടെ കുടുംബം പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീലങ്കരൈ പോലീസിന് നാടിന്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സംഭവത്തിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുകയും അതിന്റെ നാടകീയമായിട്ടുള്ള രംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ്. രണ്ട് സ്ത്രീകളെയും ഒരു ആൺകുട്ടിയെയും വീടിനുള്ളിൽ തടഞ്ഞു വെച്ച നിലയിലാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നടന്റെ സുരക്ഷാ മാനേജ്മെന്റ് സംഘമാണ് ഇവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് സൂചന. മോഷണത്തിൽ സംശയമുണ്ട് എങ്കിൽ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നും അല്ലാതെ ആളുകളെ തടഞ്ഞു വെച്ച് സ്വകാര്യമായി ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായിട്ട് പോലീസ് സൂചനകൾ നൽകുകയാണ്. ഇതേ തുടർന്ന് പോലീസിന്റെ ഇടപെടലിലൂടെ ജോലിക്കാരെയും ആൺകുട്ടിയെയും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം. സംഭവത്തിന് പിന്നാലെ രവി മോഹന്റെ മാനേജർ ജോലിക്കാർക്കെതിരെ മോഷണം ആരോപിച്ച് പോലീസിൽ ഔദ്യോഗികമായി പരാതിയും നൽകിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ താരം വീട്ടിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. വിഷയത്തിൽ രവി മോഹനോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ രവി മോഹൻ വീണ്ടും വിവാദങ്ങളിലേക്ക് കടക്കുകയാണ്. നിയമം ഉണ്ടായിട്ട് പോലും അതിനെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഇയാളുടെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലാണ് പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതേസമയം വിവാദങ്ങൾ ഒരു തരത്തിലും ഒഴിയാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടനെ സംബന്ധിച്ചത് എന്നുള്ളതും പറഞ്ഞിരിക്കുന്നു. കാരണം നിലവിൽ വലിയ രീതിയിൽ രവി മോഹന്റെ വ്യക്തിജീവിതം വലിയ രീതിയിൽ വാർത്തകൾക്കും വിവാദങ്ങൾക്കും ഇടം പിടിച്ച ഒന്നാണ്. 2024 സെപ്റ്റംബറിൽ തന്റെ ഭാര്യ ആരതിയുമായിട്ടുള്ള വിവാഹമോചനം വാർത്ത താരം സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് ഈ പറയുന്ന വിവാദങ്ങൾ. പിന്നീട് ഗായിക കെനീഷ ഫ്രാൻസുമായിട്ടുള്ള താരത്തിന്റെ അടുപ്പം അടക്കം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. 2026 മെയ്യിൽ രവി മോഹനുമായി വേർപിരിയുകയാണെന്ന് കെനീഷ പ്രഖ്യാപിച്ചതടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഒരു പത്രസമ്മേളനം നടത്തി നടൻ രംഗത്തെത്തിയിരുന്നു. ആദ്യ ഭാര്യയുമായിട്ടുള്ള വിവാഹമോചനം പൂർത്തിയാകാതെ താൻ ഇനി അഭിനയിക്കില്ല എന്ന് പ്രഖ്യാപിച്ച താരം പൊട്ടിക്കരഞ്ഞ് തെന്നിന്ത്യൻ സിനിമയിൽ വലിയ ചർച്ചകൾക്ക് കോലുകളൊക്കെ സൃഷ്ടിച്ചത്. ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിൽ കഴിഞ്ഞ ദിവസം താരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തു. ലോകേഷ് കനകരാജിന്റെ LCUവിന്റെ ഭാഗമായി ബക്കിയരാജ് കണ്ണൻ സംവിധാനം ചെയ്ത ബെൻസ് എന്ന ചിത്രത്തിലാണ് രവി മോഹൻ അടുത്തായിട്ട് അഭിനയിച്ചിരുന്നത്. രാഘവ ലോറൻസ് ആണ് ഈ ചിത്രത്തിലെ നായകൻ. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് താരത്തിന്റെ വസതിയിൽ ഇപ്പോൾ മോഷണം നടന്നതും അതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നത്. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും തമിഴ് സിനിമാ താരമായിട്ടുള്ള രവി മോഹനും ഭാര്യ ആരതിയും തന്നെയാണ് വലിയ ചർച്ചാ വിഷയം. രവി മോഹൻ വിവാഹമോചന കേസിൽ വാടക വീട്ടിൽ താമസിക്കുന്നതിനെ കുറിച്ചടക്കം പരാമർശങ്ങൾ നടത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. 3 BHK എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് താൻ ആദ്യമായി ഒരു വാടക വീട്ടിൽ താമസിച്ചു എന്ന് രവി മോഹൻ വെളിപ്പെടുത്തുന്നത്. ജനിച്ചത് മുതൽ ഞാൻ എൻ്റെ സ്വന്തം വീടുകളിൽ മാത്രമാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ താൻ എൻ്റെ വാടക വീട്ടിലാണ്. അതിനാൽ എനിക്ക് ഈ ചിത്രം വളരെ പേഴ്സണലായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് രവി അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിതിരിച്ചുവിട്ടു. 3 BHK ഒരു ഇടത്തരം കുടുംബത്തിന്റെ സ്വന്തം വീട് എന്ന സ്വപ്നത്തിന്റെ പ്രാധാന്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കുടുംബകഥയാണ്. ശരത് കുമാർ, സിദ്ധാർത്ഥ് എന്നിവരാണ് ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നത്. ഈ ചിത്രത്തിന്റെ ചടങ്ങിലാണ് രവി മോഹന്റെ പരാമർശം. ഈ ചിത്രം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് എനിക്ക് പ്രചോദനമായി. ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രവി മോഹൻ പറഞ്ഞു തുടങ്ങിയത്.
രവി മോഹന്റെ ഈ പരാമർശത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ചിലർ അദ്ദേഹത്തെ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാടക വീട്ടിലെ താമസം ഒരു നാടകീയ പ്രസ്താവനയായി അവതരിപ്പിക്കേണ്ട കാര്യം അല്ല എന്നാണ് പലരും പറയുന്നത്. നിലവിൽ രവി മോഹന്റെ ആരതിയുടെയും ഒക്കെ വിവാഹമോചന നടപടികൾ ചെന്നൈ കുടുംബ കോടതിയിൽ നടന്നു വരുന്ന സമയമായിരുന്നു. അപ്പോൾ ആരതി പ്രതിമാസം 40 ലക്ഷം രൂപ ജീവനാംശം ആവശ്യപ്പെട്ട സമയം. നടൻ രവി മോഹന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് അന്ന് ഭാര്യ ആരതിയുടെ അമ്മ രംഗത്തെത്തിയതും വളരെയധികം ശ്രദ്ധേയമാണ്. രവി മോഹൻ ഉന്നയിച്ച ആരോപണങ്ങൾ സുജാത തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു പ്രതികരണം. കോടതിയിലിരിക്കുന്ന വിഷയം ആയതിനാലാണ് ഇരുവരുടെയും പ്രതികരിക്കാതിരുന്നത് എന്നും സുജാത പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയായിരുന്നു സുജാതയുടെ അന്നത്തെ പ്രതികരണം. 1.5 വർഷമായി കോടതിയിലുള്ള വിഷയമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നത് അത്രയും എന്നായിരുന്നു ഇവർ പറഞ്ഞത്. നിറയെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എങ്കിലും കോടതിയിലിരിക്കുന്ന വിഷയമായതിനാൽ ഞങ്ങൾ പ്രതികരിച്ചിരുന്നില്ല. അത് കോടതി അലക്ഷ്യമായി മാറും എന്നതുകൊണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇത് എന്ത് സമ്മർദ്ദം ഉണ്ടായതെന്ന് അറിയില്ല. വളരെ വൈകാരികമായാണ് അദ്ദേഹം പ്രസ് മീറ്റിൽ സംസാരിച്ചത്. കരയില്ല, വികാരഭരിതമാകില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്നും എന്നാൽ ഇപ്പോൾ ഇത് കോടതിയിലിരിക്കുന്ന വിഷയമാണ് എന്നും കഥയും പറഞ്ഞു. 16 വയസ്സുള്ള തൻ്റെ പേരക്കുട്ടിക്ക് ഇന്ന് 10ാം ക്ലാസ് പരീക്ഷയായിരുന്നു. അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ എന്നും പരീക്ഷ എഴുതി പുറത്തു വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണെന്നും മനസ്സ് എത്രത്തോളം ഉലഞ്ഞു പോകുമെന്ന് ഊഹിക്കാമല്ലോ എന്നുമാണ് അന്നവർ പറഞ്ഞത്. ആ കുട്ടികൾ കാണാൻ പാടില്ലാത്തതെല്ലാം കണ്ടും കേട്ടും വളരുന്നു. ആ കുട്ടികൾക്ക് സമ്മർദ്ദം കൊടുക്കാതിരിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. വേണ്ടപ്പെട്ടവർക്ക് മറുപടി നൽകുമെന്നെന്ന് സുജാത പറഞ്ഞു വെച്ചു. കുട്ടികളെ കാണാൻ വിടുന്നില്ല എന്നാണ് നടൻ അന്ന് പറഞ്ഞത്. പക്ഷെ അത് നുണയാണെന്നാണ് അവർ ആവർത്തിക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്താണ് തന്നെ കല്യാണം കഴിച്ചതെന്ന രവി മോഹന്റെ ആരോപണവും ഭാര്യാമാതാവ് തള്ളി കളഞ്ഞു. 2008 വന്ന ഇന്റർവ്യൂവിൽ ആരാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത് എന്നും ആരാണ് കല്യാണം നടത്താൻ കൈമുറിച്ചതെന്നും പറയുന്നുണ്ട് എന്നും അവർ പറഞ്ഞു. തന്റെ അക്കൗണ്ടിലെ പണം പോലും ചെലവാക്കാൻ അനുവദിക്കുന്നില്ലെന്ന രവിയുടെ ആരോപണവും അവർ തള്ളിയിട്ടുണ്ട്. കല്യാണം കഴിച്ച ശേഷം എൻ്റെ അക്കൗണ്ട് നിന്റെ അക്കൗണ്ട് എന്നുണ്ടോ എന്നും കുടുംബമായിരിക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയല്ലേ എന്നുമൊക്കെയാണ് അന്ന് രവിയുടെ മുൻ ഭാര്യയുടെ അമ്മ പ്രതികരിച്ചത്. എന്തായാലും ഇത്തരത്തിൽ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രവി മോഹൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് ഈ വീട്ടിലുണ്ടായിട്ടുള്ള മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ജോലിക്കാരെ അവിടെ തടവിൽ എന്നുള്ള രീതിയിൽ പാർപ്പിച്ചു അല്ലെങ്കിൽ പിടിച്ചു വച്ചു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ വീണ്ടും നടൻ രവിയെ വിവാദങ്ങളിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്.